എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എൻ്റെ പേര് സുകുമാരി. ഉപാസന വിത്ത് സൂര്യലക്ഷ്മി എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പാരായണം ചെയ്തത് ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് 1-ാം സ്കന്ധം. ശൗനകാദി മഹർഷിമാർ യാഗം തുടങ്ങിയപ്പോൾ ശ്രീ വേദവ്യാസ ശിഷ്യനായ സൂത പൗരാണികനോട് ചോദിക്കുന്നത് എന്ന ഭാഗമാണ്. ആ ഭാഗത്തിൻ്റെ വ്യാഖ്യാനമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദംചര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ. നമഃ ശിവായ ശാന്തായ ശുദ്ധായ പരമാത്മനെ സച്ചിദാനന്ദരൂപായ ദക്ഷിണാമൂർത്തയേ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. പാരായണം ചെയ്ത ഭാഗത്തിൽ പറയുന്നത് ഭഗവത് ചൈതന്യമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും ലയത്തിനും കാരണമെന്നും അങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനായ ഈശ്വരനെ ധ്യാനിക്കുന്നു എന്നുമാണ്. വേദമായിട്ടുള്ള കൽപ്പകവൃക്ഷത്തിൻ്റെ അമൃതസ്വരൂപമായ ഫലമായ ശ്രീ മഹാഭാഗവതം ശ്രീ ശുക മഹർഷിയുടെ നാവിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അല്ലയോ രസികന്മാരായ ഭാഗവത മുഖ്യന്മാരെ, നിങ്ങൾ ഭാഗവത കഥാമൃത രസം കോരിക്കോരി കുടിച്ചാലും അത്രയ്ക്കും രസകരമാണ് മഹാഭാഗവത കഥാമൃത രസം. ഇതൊന്നും പറയാൻ നമ്മളൊന്നും യോഗ്യരല്ല. അത് പറയുവാൻ നവയോഗികളായ കവീന്ദ്രന്മാരുണ്ട്. അങ്ങനെയുള്ളവരുടെ മുൻപിൽ ചെന്ന് നിന്ന് ചൊല്ലുമ്പോൾ പിഴയാണോ പറയുന്നത് എന്ന തോന്നൽ ഉണ്ടാകുന്നു. എങ്കിലും ദിവ്യനായ ഗരുഡൻ ആകാശത്തിൽ ഉയരെ പറക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ചെറിയ പക്ഷികൾ അത്രയും തങ്ങൾക്ക് ഉയരത്തിൽ പറക്കാൻ കഴിയില്ല എന്നോർത്ത് പറക്കാതിരിക്കുന്നില്ല. അവനവന് കഴിയുന്നതുപോലെ അവർ പറക്കുന്നു. അതുപോലെ എന്നാലാകും വിധം ശ്രീ മഹാഭാഗവത കഥ പറഞ്ഞുകൊള്ളാം എന്നും എല്ലാവരും അത് സദയം സ്വീകരിക്കണമെന്നും വക്താവ് പറയുകയാണ്. ശ്രീ മഹാഗണേശനെയും സരസ്വതി മാതാവിനെയും നരനാരായണന്മാരെയും സാക്ഷാൽ ശ്രീനാരായണനെയും വ്യാസഭഗവാനെയും സർവദേവതകളെയും നാരദമുനീശ്വരനെയും വന്ദിച്ചുകൊണ്ട് ശ്രീ മഹാഭാഗവത കഥാമൃതം ശ്രീശുക ബ്രഹ്മർഷി ആരംഭിക്കുന്നു. അല്ലെങ്കിൽ വക്താവായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആരംഭിക്കുന്നു. എല്ലാവരും അനുഗ്രഹിച്ചിടുവാൻ വന്ദിക്കുന്നേൻ. ശ്രീ വേദവ്യാസ മുനി ചമച്ച പുരാണങ്ങളിൽ വച്ച് ഏറ്റവും മഹത്തായ പുരാണമാണ് ശ്രീ മഹാഭാഗവതം. താപത്രയ ഇല്ലാതാക്കുന്നതാണ് ശ്രീ മഹാഭാഗവതം. പരമാർത്ഥവും മംഗളത്തെ പ്രദാനം ചെയ്യുന്നതുമാണ്. ശ്രീ മഹാഭാഗവതം സത്യമാണ്, ജ്ഞാനമാണ്, അനന്തമാണ്, ഉപാസിക്കുന്നവർക്ക് ആനന്ദമാണ്, അദ്വൈതമാണ്, അമൃതപൂർണമാണ്. അങ്ങനെയുള്ള പരമാനന്ദ സ്വരൂപം ആയിട്ടുള്ള ശ്രീ മഹാഭാഗവതത്തെ ഞാൻ ഉപാസിക്കുന്നു. ഈശനും പ്രപഞ്ചവും ഒന്നു തന്നെയാണ്. ഈശനെ ഗുരുനാഥനായിട്ട് കാണുന്നു. ഈശ്വരൻ തന്നെയാണ് ഗുരു, ഗുരു തന്നെയാണ് ഈശ്വരൻ. സമസ്ത ചരാചരങ്ങളും പ്രപഞ്ചവും ഗുരുനാഥനും ചരാചരങ്ങളിലെ ദിവ്യമായ ചൈതന്യവും ഒരേ ഒരു ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് എല്ലാം ഒന്നായി കണ്ട് അപ്പോൾ മായയെന്നുള്ള ബോധം എൻ്റെ ഉള്ളിൽ ഇല്ലാതാകുന്നു. ഈ കാണുന്ന ശരീരമല്ല, എന്നുള്ളിൽ വസിക്കുന്ന ആത്മാവ് തന്നെയാണ് എല്ലായിടത്തും പ്രകാശിക്കുന്നത് എന്ന തത്വം ശ്രീ മഹാഭാഗവത ഉപാസന കൊണ്ട് എനിക്ക് ബോധ്യമാകുന്നു. ഇനി പറയുന്നത്
നന്നായി ശ്രദ്ധിച്ച് കേൾക്കണമെന്നും പറയുന്നു. നൈമിശാരണ്യത്തിലെ വിഷ്ണു ക്ഷേത്രത്തിൽ ശൗനകന്റെ നേതൃത്വത്തിൽ മഹർഷിമാർ സ്വർഗം ലഭിക്കുവാൻ വേണ്ടി സത്രം നടത്തുകയാണ്. സത്രം 1000 വർഷം പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ യാഗശാലയിലേക്ക് വേദവ്യാസ ശിഷ്യനായ ഉഗ്രശ്രവസ് എന്നു പേരുള്ള സൂതൻ കടന്നു വരുന്നു. പുണ്യാത്മാവാണ് സൂതൻ. അദ്ദേഹത്തിന് ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ എന്നിവയെല്ലാം നന്നായി അറിയാം. വേദവ്യാസനിൽ നിന്നും എല്ലാം അറിഞ്ഞവനാണ് സൂതൻ. സ്വതേ വാസനാബലമുള്ളവനാണ്. പോരെങ്കിൽ ഗുരുവായ വ്യാസനെ വേണ്ടുംവണ്ണം ശുശ്രൂഷിച്ച് ആവോളം ഗുരുപ്രസാദം ലഭിച്ചവനുമാണ്. അതിഥിയായി എത്തിയ സൂതനെ യഥോചിതം സൽക്കരിച്ചിട്ട് ശൗനകനും മറ്റു മഹർഷിമാരും കലിദോഷം തീർക്കാനായി തങ്ങൾക്ക് ദേവകിയുടെയും വസുദേവൻ്റെയും പുത്രനായി പിറന്ന ദേവദേവൻ്റെ കഥ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ കലിയുഗത്തിൽ അല്പബുദ്ധികളും അല്പഭാഗ്യന്മാരും അല്പായുസ്സുകളുമായ മനുഷ്യർ പലവിധ ദുരിതങ്ങൾ അനുഭവിക്കുകയാണ് എന്നും ആത്മശുദ്ധിക്കായി കൊതിക്കുന്നവന് കൃഷ്ണകഥകളിലും ഉത്തമമായി വേറെ ഒന്നുമില്ലല്ലോ എന്നും അവർ പറയുന്നു. കലിയുഗം ആരംഭിച്ചിരിക്കയാൽ കലിദോഷ ശമനത്തിനായിട്ടാണ് തങ്ങൾ ഈ വിഷ്ണു ക്ഷേത്രത്തിൽ ഇപ്രകാരം ഒരു യാഗം നടത്തുന്നതെന്നും അവർ പറയുന്നു. മുനിമാരുടെ വാക്കുകൾ കേട്ട് മനം തെളിഞ്ഞ സൂതൻ പറഞ്ഞു: വ്യാസപുത്രനായ ശുകന് നമസ്കാരം. വ്യാസനാൽ രചിക്കപ്പെട്ട മഹാഭാഗവതം കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടായതു തന്നെ മംഗളകരമായ കാര്യമാണ്. മനുഷ്യനായി പിറന്നിട്ട് വിഷ്ണുഭക്തി ഉണ്ടായില്ലെങ്കിൽ ആ ജന്മം കൊണ്ട് എന്ത് പ്രയോജനം? നിത്യകർമ്മ അനുഷ്ഠാനങ്ങൾ വിധിയാവണ്ണം ചെയ്താലും വേദങ്ങളും ഉപനിഷത്തുകളും ശാസ്ത്രങ്ങളും പഠിച്ചാലും സർവജ്ഞനായാലും ഒക്കെ ശരി, കൃഷ്ണകഥയിൽ അഭിരുചിയില്ലെങ്കിൽ ജന്മം നിഷ്ഫലം തന്നെ. അച്യുത കഥകൾ എത്രയെത്ര ശ്രവിക്കുന്നുവോ അത്രയത്ര മനസ്സിൽ അച്യുത പാദാംബുജങ്ങൾ പതിയും. അത് നമ്മെ ശ്രേയസ്സിലേക്ക് നയിക്കുകയും ചെയ്യും. ഇതത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് സൂതൻ ഭാഗവതകഥ വിശദമായി പറയാൻ ആരംഭിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.